എല്ലാവർക്കും നമസ്കാരം. മൈ സ്റ്റാറ്റിലേക്ക് സ്വാഗതം. ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് ഈ വരുന്ന മാർച്ച് 2025 എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതിലേക്ക് കിടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. അപ്പോൾ കുറച്ച് ആളുകളുടെ പരാതി പ്രമാണിച്ച് നമ്മൾ അവസാനത്തെ നക്ഷത്രങ്ങളിൽ നിന്നാണ് ഈ മാസം തുടങ്ങുന്നത്. അപ്പോൾ മാർച്ച് 2025 ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. Nine of Wands, Two of Pentacles, Ace of Pentacles, Two of Swords, Two of Wands, Knight of Pentacles. So, ഉത്രട്ടാതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ആദ്യം തന്നെ 9 of Wands and 2 of Wands എനർജിയാണ്. നിങ്ങളുടെ പല കാര്യങ്ങളും, അതായത് ഇതുവരെ ഇഴഞ്ഞു നീങ്ങിക്കൊണ്ടിരുന്ന പല കാര്യങ്ങളും മുന്നോട്ടേക്ക് നീങ്ങുന്നു എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ അതിൻ്റെ പര്യവസാനത്തിൽ എത്തി നിൽക്കുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ 9 of Wands എനർജി കണക്ഷൻസ്, അതായത് നിങ്ങൾ വ്യക്തമായിട്ട് ഈ പറയുന്ന പല കാര്യങ്ങളും ഓരോരുത്തരുടെ സാഹചര്യം അനുസരിച്ചിട്ട് എന്താണോ എവിടെയാണോ നിങ്ങൾ സ്റ്റക്കായിട്ട് നിൽക്കുന്നത് അവിടെ നിന്ന് നിങ്ങൾ മുന്നോട്ടേക്ക് നീങ്ങാൻ തുടങ്ങുന്ന ഒരു മാസമാണ്. മുന്നോട്ടേക്ക് നീങ്ങാൻ തുടങ്ങുന്നു എന്നുള്ളതല്ല, അതിനേക്കാൾ കൂടുതൽ നിങ്ങൾ ആ ഒരു പര്യവസാനത്തിൽ എത്തുന്നു. ഇതിലൊരു ലാസ്റ്റ് സ്റ്റെപ്പ് എന്നുള്ള രീതിയിലാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ കാരണം ചില ആളുകൾ ഇവിടെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പറയുകയാണെങ്കിൽ മടുത്തു, ഇനി മുന്നോട്ടേക്ക് ഒന്നുമില്ല, അല്ലെങ്കിൽ ഇനിയൊന്നും ചെയ്യാൻ പറ്റില്ല, ഇനി മുന്നോട്ടേക്ക് നീങ്ങില്ല, ഒന്നും ശരിയാവില്ല, അല്ലെങ്കിൽ ജീവിതത്തിൽ ഇങ്ങനെയാണ് എന്നൊക്കെയുള്ള ചിന്തയുള്ളവർ ഡോണ്ട് ഗീവ് അപ്പ്. ഇവിടെ ഒരു അവസാനമായിട്ടില്ല, ഇനി മുന്നേറ്റമാണ് സൂചിപ്പിക്കുന്നത്. നമ്മൾ പറയും വാതിൽക്കൽ എത്തിയിട്ട് അല്ലെങ്കിൽ പടിക്കലെത്തിയിട്ട് കലോടയ്ക്കുക എന്ന് പറയുന്നത്. നമ്മൾ വാതിൽക്കൽ വരെ എത്തി, അവിടെ എത്തിക്കഴിയുമ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മൾ കലോടയ്ക്കുകയാണ്. അപ്പോൾ ആ വാതിൽ അകത്ത് കടന്നാൽ അകത്തെത്തി, എന്നിരുന്നാൽ ആ ഒരു അത്രയും അടുത്തെത്തുമ്പോൾ നമ്മൾ കാര്യങ്ങൾ വേണ്ടെന്ന് വെക്കുക എന്ന് പറയും. അത് ചെയ്യാതിരിക്കുക എന്നുള്ളൊരു മെസ്സേജാണ്. അപ്പോൾ നിങ്ങൾ ആ ഒരു സാഹചര്യത്തിൽ തൊട്ടടുത്തെത്തിയിരിക്കുകയാണ് എന്നുള്ളതാണ്. അപ്പോൾ അത് മനസ്സിലാക്കുക എന്നുള്ളത് കൂടി ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. ജീവിതത്തിൽ ചെറിയ ചെറിയ തടസ്സങ്ങളോ തോൽവികളോ ഒക്കെ ഉണ്ടാകും, പക്ഷേ ഇതൊരു അവസാനത്തെ ഫൈനൽ പുഷാണ്. നിങ്ങൾ മുന്നോട്ടേക്കാണ് പോകുന്നത്. ആ ഒരു ദുർഘടം പിടിച്ച അവസ്ഥയുണ്ടല്ലോ, ആ ഒരു അവസ്ഥ നിങ്ങൾ തരണം ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ഇനി നിങ്ങൾ മുന്നോട്ടേക്ക് റിലാക്സ് ചെയ്ത് മുന്നോട്ടേക്ക് പോവുക എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. പല കാര്യങ്ങളും റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, അതായത് നിയമത്തിന് വിരുദ്ധമായിട്ടൊന്നും ചെയ്യാതിരിക്കുക, നിയമപരമായിട്ട്. അതേപോലെ നിങ്ങളുടെ ശരിയായിട്ടുള്ള രീതിയിൽ നിങ്ങളുടെ മനസ്സിന്, അതായത് നിങ്ങളുടെ സത്യസന്ധതയ്ക്കും ആത്മാർത്ഥതയ്ക്കും നിരക്കുന്ന രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ടേക്ക് കൊണ്ടുപോകാം. 2 of Pentacles and 2 of Swords എനർജിയാണ്. അപ്പോൾ വളരെ ഈ ഒരു മാസം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്ന സമയമാണ്. ഈ തീരുമാനങ്ങളെന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ. അത് നിങ്ങൾ സത്യത്തിൻ്റെയും ന്യായത്തിൻ്റെയും കൂടെ നിൽക്കുമോ, അതോ നിങ്ങൾക്ക് ബെനിഫിറ്റ് കിട്ടുന്ന, അതായത് നിങ്ങൾക്ക് ഉപയോഗം കിട്ടുന്ന, നിങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്ന കാര്യങ്ങൾ മറ്റൊന്നാണ് എങ്കിൽ നിങ്ങൾ സത്യത്തിനും നീതിക്കും നിരക്കുന്ന, അല്ലെങ്കിൽ അതിനോടൊപ്പം നിൽക്കുമോ അതോ മാറി നിൽക്കുമോ എന്നുള്ളൊരു കാര്യം നിങ്ങൾക്ക്. കാരണം ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ സത്യത്തിനോടൊപ്പം നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു പക്ഷേ വലിയ രീതിയിൽ നഷ്ടങ്ങളൊന്നും ഉണ്ടാകുന്നില്ല എങ്കിൽ പോലും ലാഭങ്ങൾ കിട്ടാനുള്ള ചില കാര്യങ്ങൾ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടേക്കാം. അപ്പോൾ സത്യത്തിനോടൊപ്പം നിൽക്കുമ്പോൾ അതുകൊണ്ട് ഒരു പക്ഷേ ഭാവിയിലേക്ക് നോക്കി, അല്ലെങ്കിൽ കർമ്മഫലം എന്ന് പറയുന്നത് ആലോചിച്ച് നിങ്ങൾ ന്യായത്തോടൊപ്പം നിൽക്കണോ എന്നുള്ളൊരു ചിന്ത നിങ്ങളിലേക്ക് വരുന്നുണ്ട്. അതായത് എല്ലാവരും മനുഷ്യരാണ്. അപ്പോൾ നിങ്ങൾക്ക് നഷ്ടം വരുന്നു എന്ന് തോന്നുമ്പോൾ എന്ത് ചെയ്യണം എന്നുള്ളൊരു ചിന്തയാണ്. കാരണം ഇവിടെ ചെറിയ രീതിയിൽ ധനലാഭം ഉണ്ടാകാൻ ചാൻസസ് കാണിക്കുന്നുണ്ട്, നിങ്ങൾ ചെറിയ രീതിയിൽ കള്ളത്തരങ്ങളൊക്കെ കാണിക്കുന്നുവെങ്കിൽ. അപ്പോൾ അതന്നെ പ്രധാനപ്പെട്ട ഒരു തീരുമാനം അതിനെ ചുറ്റിപ്പറ്റി എടുക്കേണ്ടി വരുന്ന ഒരു അവസരമാണ്. അപ്പോൾ നിങ്ങളത് എങ്ങനെ എടുക്കുന്നു എന്നതിനനുസരിച്ചിട്ട് ജീവിതത്തിൽ മാറ്റങ്ങൾ വരുന്ന സമയം കൂടിയിട്ടാണ്. 2 of Pentacles and Knight of Pentacles എനർജിയാണ്. അപ്പോൾ ഇവിടെ കൂടുതലായിട്ടും നിങ്ങളുടെ ഉള്ളിൽ ഉള്ള ഒരു നെഗറ്റീവ്, അല്ലെങ്കിൽ ധർമ്മത്തിന് നിരക്കാത്ത രീതിയിൽ ഉള്ള ചിന്തകൾ നിങ്ങളെ പ്രേരിപ്പിക്കുന്നത് സാമ്പത്തികമായിട്ട് ചിലപ്പോൾ ധനം ആവശ്യമുള്ളൊരു സമയമായിരിക്കാം.
അപ്പോൾ ചെറിയ രീതിയിൽ ആ ഒരു ധനം നിങ്ങൾക്കൊരു സഹായകരമായിരിക്കുന്ന സിറ്റുവേഷനിൽ അങ്ങനെ ഒരു നീതിക്ക് നിരക്കാത്ത രീതിയിലേക്ക് പോകാൻ ചാൻസസ് കൂടുതലാണ്. അത് നിങ്ങൾ വ്യക്തമായിട്ട് ചിന്തിച്ച് ആലോചിച്ചിട്ട് തീരുമാനമെടുക്കുക എന്നുള്ളതാണ് ഇവിടെ പറയാനുള്ളത്. ആ ഒരു എനർജി. അതേപോലെ ഏസ് ഓഫ് പെൻഡക്കിൾസ് ആൻഡ് 2 ഓഫ് വൺസ് എനർജിയാണ്. അപ്പോൾ ഇത് സൂചിപ്പിക്കുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ധനലാഭം ഒരു പക്ഷേ ധനലാഭം നിങ്ങളിലേക്ക് എത്തുന്നുണ്ട്, ഒരു പുതിയ തുടക്കം ജീവിതത്തിലേക്ക് വരുന്നുണ്ട്. മാനിഫെസ്റ്റേഷൻ ഫേസ് കൂടിയിട്ടാണ്, പക്ഷെ ഇതൊരു പരീക്ഷണം കൂടിയിട്ടാണ് എന്ന് വേണം പറയാൻ. കാരണം നിങ്ങൾ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ, ഇത്ര ദുർഘടം പിടിച്ച സാഹചര്യത്തിൽ നിങ്ങൾ എങ്ങനെ അതിനെ നമ്മൾ പറയില്ല, നമ്മളുടെ പല കാര്യങ്ങളോടും ചെയ്യാനുള്ള നമ്മളുടെ ആ ഒരു ഏർജ് ഉണ്ടാവുമല്ലോ, ഒരു കാര്യത്തിലേക്ക് കൂടുതൽ നമ്മളുടെ ഒരു നിമിഷത്തെ തൃപ്തിക്കും സന്തോഷത്തിനും വേണ്ടിയിട്ട് നമ്മൾ പല കാര്യങ്ങളും വേണ്ടെന്ന് വെക്കുന്ന ആ ഒരു നിമിഷത്തെ സന്തോഷത്തിന് വേണ്ടിയിട്ടായിരിക്കും പലതും നമ്മൾ നഷ്ടപ്പെടുത്തുന്നതെന്ന് പറയുന്ന പോലെ അത് നിങ്ങൾ ചിന്തിച്ച് ആലോചിച്ചിട്ട് വ്യക്തമായിട്ട് തീരുമാനം എടുക്കുക. എന്തായാലും ജീവിതത്തിലൊരു സ്ട്രോങ് ഫൗണ്ടേഷൻ, വ്യക്തമായിട്ടുള്ളൊരു നല്ലൊരു അടിത്തറ ജീവിതത്തിൽ ഉണ്ടാകാൻ ഉള്ള ഒരു മാസമാണ് ഈ ഒരു മാസം. അപ്പോൾ അത് നിങ്ങളെങ്ങനെ കൈകാര്യം ചെയ്യുന്നതു എന്നതിനു കൂടി അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഇരിക്കുന്നത്. അതേപോലെ തന്നെ ആത്മവിശ്വാസവും വിജയവും ഒക്കെ നിങ്ങളിൽ കൂടുതൽ, വിജയ സാധ്യതകളും ഒക്കെ നിങ്ങൾ കൂടുതലായിട്ട് കാണിക്കുന്ന ഒരു സമയമാണ്. ഭാവിയെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ, ഫ്യൂച്ചർ വെൽത്ത്, ഭാവിയിലേക്കുള്ള സമ്പത്ത്, അതായത് ധനസമ്പത്തായാലും ആരോഗ്യ സമ്പത്തായാലും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു മാസമായിരിക്കും ഈ ഒരു മാസം. എടുക്കുന്ന പല തീരുമാനങ്ങൾ, അപ്പോൾ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിൽ ചില നൈറ്റ് ഓഫ് പെൻഡക്കിൾസ് ആൻഡ് ഏസ് ഓഫ് പെൻഡക്കിൾസ് എനർജിയാണ്. കാരണം ആരോഗ്യപരമായിട്ടാണെങ്കിലും ധനപരമായിട്ടാണെങ്കിലും ചില ദുശീലങ്ങളിലേക്ക് നിങ്ങൾ വഴിതിരിയാൻ സാധ്യതയുള്ള സമയമാണ്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ആരോഗ്യപരമായിട്ട് പറയുകയാണെങ്കിൽ അനാവശ്യമായിട്ടുള്ള ഭക്ഷണങ്ങൾ, അതായത് പണം ചിലവാക്കുന്നത് അനാവശ്യമായിട്ടുള്ള ജങ്ക് ഫുഡ് അങ്ങനെയുള്ള കാര്യങ്ങളിലായിരിക്കാം, മറ്റെന്തെങ്കിലും ദുശീലങ്ങളിലായിരിക്കാം നിങ്ങളുടെ ആരോഗ്യത്തെ ബാധിക്കുന്നത്. നിങ്ങളുടെ ശരീരത്തിൽ ആരോഗ്യത്തെ ബാധിക്കുന്ന തരത്തിലുള്ള എന്തെങ്കിലും ദുശീലങ്ങൾ നിങ്ങൾ തുടങ്ങി വയ്ക്കാൻ സാധ്യതയുള്ള സമയമാണ്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പോൾ ഒരു ദുശീലം ഇല്ലാത്ത ഒരാളാണെങ്കിൽ പുതിയതായിട്ടൊന്നും തുടങ്ങാതിരിക്കുക. ചെറിയ രീതിയിൽ ഇപ്പോൾ മദ്യമോ അല്ലെങ്കിൽ പുകവലി അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെറിയ രീതിയിലുള്ളൊരു വ്യക്തിയാണെങ്കിൽ അത് അതിൻ്റേതായിട്ടുള്ള രീതിയിൽ നിന്ന് കുറച്ചുകൂടി കുറയ്ക്കാൻ ശ്രമിക്കുക, കൂട്ടാതിരിക്കുക എന്നുള്ളത് കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ ഫിനാൻസ്, സാമ്പത്തിക കാര്യങ്ങളിൽ ചൂതാട്ടം പോലുള്ള കാര്യങ്ങൾ, ഇപ്പോൾ ലോട്ടറി അല്ലെങ്കിൽ ഗാംബ്ലിംഗ്, മറ്റ് തരത്തിലുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഏർപ്പെടുന്ന ഒരു രീതി ഉണ്ടെങ്കിൽ അത് പരമാവധി കുറയ്ക്കാൻ ശ്രമിക്കുക. അങ്ങനെ ഒരു രീതി ഇല്ല, ഇപ്പം അങ്ങനെ അതിലേക്ക് പോകാൻ തുടങ്ങുന്നുണ്ട് എങ്കിൽ ഒരിക്കലും നിങ്ങൾ അതിലേക്ക് പോകാതിരിക്കുക. ഇപ്പോൾ പ്രത്യേകിച്ച് നിങ്ങൾക്ക് അതിന് പറ്റിയൊരു സമയമല്ല. മാത്രമല്ല അങ്ങനെയുള്ള എന്തിലേക്കെങ്കിലും ഗാംബ്ലിംഗ് പോലുള്ള കാര്യങ്ങളിലൊക്കെ പോയാൽ, ഓൺലൈൻ ഗെയിമിങ്ങും കാര്യങ്ങളൊക്കെ അതിൽ പോയാൽ നിങ്ങൾ പിന്നെ അതിൽ നിന്ന് തിരിച്ചിറങ്ങാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ തമാശയ്ക്കാണെങ്കിൽ പോലും കളിച്ച് നോക്കുക എന്നൊക്കെ പറയുകയാണെങ്കിലും പോലും അതിലേക്ക് ശ്രമിക്കാതിരിക്കുകയാണ് നല്ലത്. കാരണം അതിലേക്ക് വഴുതി വീഴാൻ എളുപ്പമുള്ളൊരു സമയമാണ് ഈ ഒരു സമയം. അല്ലാത്ത പക്ഷം വളരെ നല്ല, അതായത് നിങ്ങൾ അധ്വാനിച്ച് നല്ല രീതിയിൽ മുന്നോട്ടേക്ക് പോകുന്നത് സംബന്ധിച്ച് വളരെ നല്ല സമയമാണ്. 2 ഓഫ് പെൻഡക്കിൾസ് ആൻഡ് 2 ഓഫ് വൺസ് എനർജിയാണ്. അപ്പോൾ ഇപ്പോൾ ജോലിയുള്ള ഒരാളാണെങ്കിൽ ഒരു ചെറിയ രീതിയിൽ ബിസിനസ്, വലിയ സാമ്പത്തികമായിട്ടുള്ള ഉത്തരവാദിത്വം വേണ്ടി വരാത്ത തരത്തിൽ ബിസിനസ് തുടങ്ങി നല്ല നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്ന സമയമാണ്. അപ്പോൾ ജോലിയുണ്ട്, ജോലിയോടൊപ്പം തന്നെ ചെറിയ ബിസിനസ്സും, 2 തരത്തിലുള്ള വരുമാന മാർഗ്ഗങ്ങൾ നിങ്ങളെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഒരു ചെറിയ കൺഫ്യൂഷൻ, അതായത് വിദ്യാഭ്യാസം ഇപ്പോൾ ഡിഗ്രി ചെയ്യുന്നവരെ, എന്തെങ്കിലും പഠിക്കുന്നവരാണെങ്കിൽ ആ പഠിക്കുന്നതിൽ നിന്ന് മാറി പുതിയ കോഴ്സോ പുതിയ കാര്യങ്ങളിലൊക്കെ താല്പര്യം കാണുന്നുണ്ട്. അപ്പോൾ കോഴ്സ് മാറാനോ മറ്റൊക്കെ ഉള്ളൊരു ചിന്ത വരുന്നുണ്ട്. അത് നിങ്ങൾ ആലോചിച്ച് അതിൻ്റേതായിട്ടുള്ള രീതിയിൽ വ്യക്തമായിട്ട് തീരുമാനമെടുക്കാം. വീട്ടമ്മമാരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മാസം അനാവശ്യമായിട്ടുള്ള ദുഷ്ചെലവുകൾ സാധ്യത